ഉടമ്പടി ഇടിച്ചു നിൽക്കും. നോ മോർ ബിയോണ്ട് എന്ന് പറഞ്ഞ് ഇടിച്ചു നിൽക്കും. ഉടക്കി നിൽക്കേ, ഉടമ്പടിയിൽ ഉടക്കെന്ന് പറയും. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളൊക്കെ എപ്പം ഉപയോഗിക്കുന്ന വാക്കാണ് ഉടക്ക്. വല വിട്ട് കഴിഞ്ഞാൽ പാറ കുടുങ്ങി നിൽക്കും, പിന്നെ വലിച്ചാൽ വരത്തില്ല. വരികയാണെങ്കിൽ മോശമായിട്ട് വലിക്കുകയാണെങ്കിൽ വല കീറിയും പോകും, ഉള്ള മീനും കൂടി പോകും. അങ്ങനെ ഉടക്കെന്ന് പറയണത്. ഉടമ്പടിയിൽ ഉടക്കുണ്ട്. ഉടക്കെന്ന് പറയുമ്പോൾ ഇവരുടെ രണ്ടുപേരും മിനിയുടെ അലിഷയുടെയും ഉടമ്പടി ഉടക്ക് സെയിമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഏജൻറ്റ് വന്നിട്ട് പറയും, ഇപ്പോൾ അലിഷയുടെ അമ്മയാണ് പറയണത്, എന്തുകൊണ്ടാണ് നിനക്ക് ഫർദർ ആയിട്ടുള്ള വീണ്ടും നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തതിൻ്റെ കാരണം നീ ഉടമ്പടിയിലെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാത്തത് കൊണ്ടാണ്. അതാണ് സംഭവം. എല്ലാവർക്കും ഉടമ്പടി ഉടക്ക് വരുന്നതിൻ്റെ മെയിൻ സംഭവം ഉടമ്പടി ഉടക്ക്. ഇപ്പോൾ മിനിയുടെ കാര്യത്തിലും അങ്ങനെയാണ്. മകൻ്റെ കാര്യത്തിന് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ മൂവ്മെൻറ്റ് ഉണ്ടാകാതെ വരുമ്പോൾ മിനി സ്വയമായിട്ട് തന്നെ എക്വിപ്ഡ് ആയത് കാരണം അവൾ തിരിച്ചറിയും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാത്തത് കൊണ്ടാണെന്ന്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങും. പ്രേക്ഷിത പ്രവർത്തനം കാരുണ്യ പ്രവൃത്തി എന്ന് രോഗികളെ കാണുന്നത്. കാരുണ്യ പ്രവൃത്തിക്ക് പകരം പ്രേക്ഷിത പ്രവൃത്തി ആകത്തില്ല. പ്രേക്ഷിത പ്രവൃത്തി എന്ന് പറയുന്നത് യേശുവിനെ അറിയാത്തവരെ അറിയിക്കുക. അതിനാണ് ഈ പത്രം കൊടുക്കണമെന്ന് പറയണത്. പത്രം കൊടുക്കുമ്പോൾ എന്ന് പറയണത്, പത്രം കൊടുക്കുമ്പോൾ അവർ ചെയ്യണത്, ചിലരിങ്ങനെ പത്രം കൂളായിട്ട് കൊടുത്തിട്ട് പോരും. ചിലർ പത്രത്തെക്കുറിച്ച് പറയുമ്പോൾ കൃപാസനത്തെക്കുറിച്ച് പറയും, മാതാവിനെക്കുറിച്ച് പറയും. സ്വാതി പറയണത് ഈ ഉടമ്പടിയിൽ പുഷ് പുള്ളെന്ന് പറഞ്ഞ് വേറെ ഒരു പ്രക്രിയ കാണുന്നുണ്ട്. പുഷ് പുള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സൽപ്രവർത്തികളും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ഉടമ്പടി പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ഉടമ്പടിയെ പുറകിൽ നിന്ന് തള്ളി മുമ്പോട്ട് കൊണ്ടുപോകണതാണ്. ഈ മുമ്പിൽ നിന്ന് വലിക്കണ ഒരു പരിപാടിയുണ്ട്. മുമ്പിൽ നിന്ന് വലിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് പ്രയോജനമുള്ള കാറ്റഗറിയിലേക്ക് നമ്മൾ ഉടമ്പടിയെ മൂവ്മെൻറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഇപ്പോൾ ഇവളെന്താ പറയണത്, സ്വാതി എന്താ പറയണത്? സ്വാതി പറയണത്, കർത്താവേ, സ്വാതിയുടെ പ്രാർത്ഥനകൾ അവസാന കാലമാകുമ്പോൾ ഉടമ്പടി ക്രാക്കിംഗ് കണ്ടീഷനിലേക്ക് പോകുമ്പോൾ സ്വാതി അപ്പം പ്രാർത്ഥിക്കണേ, കർത്താവേ, ഈ എല്ലാവരോടും ഞാൻ പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ അനുഭവങ്ങളാണ് പറയണത്. ഞങ്ങളുടെ നാട്ടിലെ ചേച്ചിക്ക് ഇന്നത് സംഭവിച്ചു, രോഗം ഇങ്ങനെ സുഖപ്പെട്ടു, ജോലി അങ്ങനെ കിട്ടിയെന്നൊക്കെയാണ് അയാൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിന്നെ പരിചയപ്പെടുത്തുന്നത്. ഈശോ, ഞാൻ നിന്നെ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത്. എനിക്ക് നിന്നെ പരിചയപ്പെടുത്തണമെങ്കിൽ എനിക്ക് നീ സ്വന്തം അനുഭവങ്ങൾ തരണമെന്ന് പറയും. അവിടെ വിഷയം അതാണ്. ഇവർ പറഞ്ഞത് ഇവരുടെ നിയോഗം നിറവേറ്റാനാണ് പറയണത്. പക്ഷെ പറയണ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ ഇൻറ്റൻഷൻ വ്യത്യാസമുണ്ട്. നിങ്ങൾ പറയും ഭർത്താവിൻ്റെ കുടിമാറണേ എന്ന് പറഞ്ഞാൽ ഈ ജന്മം മാറത്തില്ല. കാര്യം നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന പ്രെയർ സെറ്റ് ചെയ്തിരിക്കുന്ന രീതി, അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് നിങ്ങളാണ്, ദൈവമല്ല. നിങ്ങളുടെ കുടി മാറിയിട്ട് കർത്താവിന് എന്ത് കിട്ടാനാണ്? നിങ്ങളുടെ കുടി മാറിയാൽ അത്രയും കാശ് വീട്ടിൽ കിട്ടും, അത്രയും കാശ് കൊടുത്ത് നിങ്ങൾക്ക് സാരി വാങ്ങിക്കാവുന്നല്ലാതെ ദൈവത്തിന് എന്താ പ്രയോജനം? അപ്പോൾ പ്രാർത്ഥന റീഡിസൈൻ ചെയ്യണം. മനസ്സിലായില്ലേ? ഇതിൻ്റെ ഒരു എൻജിനീയറിങ്, കവനൻ്റ് എൻജിനീയറിങ് എന്ന് പറയുന്നത് ബുദ്ധിപരമായിട്ട് ചെയ്യേണ്ട പ്രാർത്ഥനയാണിത്. എന്നുവെച്ചാൽ ഇപ്പോൾ സ്വാതി പറയണത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് നിന്നെ കൺവേ ചെയ്യണം. പക്ഷേ ഇത്രയും നാൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് മറ്റുള്ളവരുടെ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ അങ്ങോട്ട് പറയണത് എനിക്ക് എൻ്റെ അനുഭവങ്ങൾ തരണം, അപ്പോൾ എനിക്ക് ഈസി ആയിരിക്കും. അതാണ് പുള്ളെന്ന് പറയണത്. പുഷ് മാത്രമല്ല, പുള്ളിയെ മുമ്പോട്ട്. കാര്യം ദൈവത്തിന് പ്രയോജനമുള്ള കണ്ടൻ്റ് ആവും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ സ്പീഡ് കൂടും, ഇതിൻ്റെ വേഗം കൂടും, ഉടമ്പടിയുടെ വേഗം കൂടും. ഹബക്കൂക്ക് 3:19 കർത്താവായ ദൈവമാണ് എൻ്റെ ബലം, കലമാൻ്റെ പാദങ്ങൾക്കെന്ന പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി, ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. അല്ലാതെ ഉന്നതങ്ങളിലേക്ക് അവിടുന്ന് എന്നെ നടത്തുന്ന, മേൽഗതിയിലേക്ക് നമ്മളെ നയിക്കുകയാണ്. ഈ മേൽഗതിയിലേക്ക് നമ്മളെ നയിക്കണത് എങ്ങനെയാണ്? അവിടുന്ന് എൻ്റെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി. അപ്പം നമ്മുടെ ജീവിതയാത്രയെ സ്പീഡപ്പ് ചെയ്യുന്നത് ആരാണ്? ദൈവമാണ്, നമ്മളല്ല. നമ്മളെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? അവിടുന്ന് എൻ്റെ
പറഞ്ഞേ, അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി. അപ്പൊ ദൈവമാണ് വേഗത നൽകണത്. ഇപ്പൊ ദൈവം വേഗത നൽകണമെങ്കിൽ സ്പീഡപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് പ്രാധാന്യമുള്ള കാര്യങ്ങളായി ഉടമ്പടി മാറണം. നമ്മൾക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഉടമ്പടി ഇട്ടിരിക്കുന്നത്. നിയോഗങ്ങളില്ല, 6 നിയോഗങ്ങളെല്ലാം നമുക്ക് പ്രാധാന്യമുള്ളതാണ്. നമ്മൾക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങൾ എഴുതിയിടുകയും ദൈവത്തിന് പ്രാധാന്യമുള്ള കാര്യങ്ങൾ നമ്മൾ തൊട്ട് നോക്കിയിട്ടില്ല. ഇപ്പം അലീഷയുടെ ഒരു പ്രശ്നം, അലീഷയുടെ അമ്മ പറയും, നിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ, നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചെന്നല്ലാതെ നീ ഒരു കാരുണ്യ പ്രവൃത്തിയോ ഒരു രോഗിനെ പോയി കാണുകയോ ഒരു കാരുണ്യ പ്രവൃത്തികളോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് അമ്മ പറയും. അപ്പോൾ ഇവൾ ഉടനെ പറയണത്, നമുക്ക് കാശുണ്ടാമേ ഇതൊക്കെ ചെയ്യാൻ, കാരുണ്യ പ്രവൃത്തിക്ക് ചെയ്യണമെങ്കിൽ ആർക്കെങ്കിലും എന്തിനും വാങ്ങിച്ചൊക്കെ കൊടുക്കണ്ടേ രോഗികൾക്ക്, അതിന് കാശ് വേണ്ടേ, നമുക്ക് ഇവിടെ നിന്നാണ് കാശ്, കാലണയില്ലാത്തവർ എന്ത് കാരുണ്യ പ്രവൃത്തി ചെയ്യാനാണെന്ന് ചോദിക്കും. പക്ഷെ ആ ചോദ്യത്തോടുകൂടി മാതാവ് ഇവൾക്ക് മനസ്സിലെ അടുത്തുള്ള ഒരു ഓൾഡ് ഏജ് ഹോം മനസ്സിൽ കാണിക്കും. ഇപ്പോൾ ഇവൾ നടന്ന് ഓൾഡ് ഏജ് ഹോമിലേക്ക് പോകും. വിസ ബ്ലോക്ക് ചെയ്തിരിക്കണമല്ല, വിസ ബ്ലോക്ക് ചെയ്ത് ഉടമ്പടി ഉടക്കായി കിടക്കുകയാണ്. പക്ഷെ അമ്മ ആ ഉടക്ക് നിവർത്താൻ വേണ്ടി പറയുകയാണ്, കാരുണ്യപ്രവൃത്തി ചെയ്യണില്ല, അതുകൊണ്ടാണ് ഉടക്കി കിടക്കണമെന്ന് പറയും. അപ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലാവും. ഇവൾ നടന്ന് ഒരു ആതുരാലയത്തിൽ പോകും. അവൾ പറയണത്, ഞാൻ ഒന്നും ചെയ്തില്ല. അവിടെ പോയി ആതുരാലയത്തിലുള്ള അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടും ഒക്കെ വെറുതെ സംസാരിച്ചുകൊണ്ടിരുന്ന് അവർക്ക് ഭയങ്കര സന്തോഷമായി. മകൾ ഇനിയും വരണമെന്ന് പറഞ്ഞു. കാര്യം ഒറ്റപ്പെടൻ്റെ അനുഭവം അനുഭവിക്കുകയാണ്. ആരും ഹൃദ്യമായി സംസാരിക്കാനില്ല. വന്നവർ വായിക്കുറെ ബിരിയാണി കൊണ്ടുവന്ന് കൊടുത്തിട്ട് ആൾക്കാരെ കണ്ടതുകളൊക്കെയാണ്. ഒരു വണ്ടിക്ക് വന്ന് ഇറങ്ങും അല്ലേ, ആരാധനാലയത്തൊക്കെ ചെയ്യണം. അങ്ങനെ അല്ല, ഈ ഓർഫ്ലൈനിലൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യണം, എവിടെയും കല്യാണം കഴിച്ച് ബാക്കി വന്നെ കുറേ ബിരിയാണിയും കൊണ്ട് ഒരു ടെമ്പോയിൽ ചെല്ലും. കുറേ അവന്മാർ പകുതി കുടിച്ച് കാണും, പകുതി കുടിക്കാത്തവന്മാരുണ്ട്, മദ്യപാനികളുണ്ടാകും. ഇങ്ങനെ കുറേ ആഭാസന്മാരുടെ ഒരു ക്രിയപോക്ക്. ബാക്കി ചോറ് വെട്ടിമൂടുന്നതിന് പകരം അനാഥാരത്തെ കൊണ്ട് വെട്ടിമൂടും, എന്നാൽ അവർക്ക് കൊണ്ടേ കൊടുക്കും. അപ്പോൾ അവർ അങ്ങനെയല്ല, അവരോടൊരു വാക്ക് സംസാരിക്കുകയോ അതൊന്നും പ്രേക്ഷിത പ്രവർത്തനമല്ല. ഈ സംഭവം നമുക്ക് വേണമെങ്കിൽ എങ്ങനെയും ചെയ്തു വെക്കാം, എങ്ങനെയും ചെയ്ത് വെക്കണമല്ല പ്രശ്നം. അതിൻ്റെ പിന്നിലുള്ള എല്ലാം വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് വേണ്ടത്. ഉടമ്പടിയിൽ നമുക്ക് ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ആ ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൻ്റെ പിന്നിലെ അതിൻ്റെ ചേതോ വികാരം, ചൈതന്യവത്തായ ആ ഉപവിപ്രവർത്തനത്തിൻ്റെ ചൈതന്യം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എങ്ങനെ? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളില്ലാതെ കല്യാണത്തിന് കുറേ ബിരിയാണി ബാക്കി വന്ന് കുറേ അണ്ണന്മാർ അതിൻ്റെ സ്മോൾ എടുത്തിട്ട് അവിടെ അനാഥാലയത്തിൽ കൊണ്ടുപോയി ഡംപ് ചെയ്ത് ഈ ചെരുവങ്ങടെ ഇറക്കി വെച്ച് ഞങ്ങൾക്ക് പോകണമെന്ന് പറയും. ഇതല്ലേ പറയണത്? ഇതൊന്നും പ്രേക്ഷിത പ്രവർത്തനങ്ങളല്ല. അതൊരു ആധ്യാത്മിക കുറ്റകൃത്യമാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ആധ്യാത്മികമായിട്ടുള്ള ആൾക്കാർ, ദൈവത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ചെയ്യുന്നതിൻ്റെ പരമ്പരാഗതമായ ഈ പ്രവർത്തനങ്ങളെ ഇന്ന് വോട്ട് പിടിക്കാനും പാർട്ടി വളർത്താനും വേണ്ടി ആൾക്കാർ പൊതിച്ചോറ് കൊടുക്കുന്ന കാലമാണിത്. അതല്ല സഭയുടെ ലക്ഷ്യം. സഭയ്ക്ക് ഇതിനൊരു ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യം? അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുള്ളവരാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്ത മനുഷ്യനോടുള്ള ജീവനോടുള്ള ബഹുമാനത്തിൻ്റെ കാരുണ്യ പ്രവൃത്തിയും കരുതലും ചേർത്ത് പിടിക്കലുമാണത്. അത് ആ ചേർത്ത് പിടിക്കൽ സംഭവിക്കുന്നത് ആധ്യാത്മികമായ ദൈവികമായ ലക്ഷ്യത്തോടു കൂടിയാണ്. ആ പ്രവർത്തനമാണ് ഉടമ്പടി നിങ്ങൾ ചെയ്യേണ്ടത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, എന്റെ കാരുണ്യ പ്രവൃത്തികളിലെ പരിശുദ്ധാത്മാവിന്റെ ഫലമായ ദൈവസ്നേഹത്തോടെ ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. അപ്പൊ അവള് അലീഷ ചെയ്ത അതാണ്. അലീഷ ചെയ്തത് അവിടെ പോയി അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നു. എല്ലാവരോടും ഓരോരുത്തരോടും മാറി മാറി സംസാരിച്ചു. എന്നിട്ട് അവൾക്ക് പോരുമ്പോൾ ഷീ വാസ് ജസ്റ്റ് കണ്ടൻറ്റ്. എന്ന് വെച്ചാൽ അവൾ പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് അഭവമായ ഒരു ആന്തരികമായ ശക്തി തോന്നി. അത് ഈ മിനിയും അത് തന്നെ പറയുന്നുണ്ടാണ്. ഞങ്ങൾ ഓരോരുത്തർക്കും പത്രം കൊടുക്കും. ഞങ്ങൾ പത്രം കൊടുത്തിട്ട് അവരോട് ചോദിക്കും, നിങ്ങൾ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവർ പറയും, ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ
അത്ഭുതങ്ങൾ വായിക്കണം. ഈ ആഴ്ച നടന്ന കാര്യമാണ്. നിങ്ങൾ കൃപാസനത്തിൽ പോയിട്ടുണ്ടോ? അവർ പറഞ്ഞു പോയിട്ടില്ല. പോകണം, പോകേണ്ട സ്ഥലമാണ്, അമ്മ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ മിനി ആൾക്കാരോട് പറയും. അതാണ് പ്രേക്ഷിത പ്രവർത്തനം, ദൈവസേവകം എന്ന് പറയുന്നത്. അല്ലാതെ പത്രം കൊണ്ട് വലിച്ചെറിഞ്ഞാൽ പോകുകയില്ല. ആരുടെങ്കിലും മോന്തക്കെട്ട് ചാണ്ടിയിട്ട് അടുത്ത ഇനി 4 കൂടി ഉണ്ടെന്ന് പറഞ്ഞ് നടക്കണേ. ഇങ്ങനെയുള്ള ആൾക്കാരെ ഉടമ്പടി എടുത്തിരിക്കണത് വെളുക്കാൻ ചെക്കണ പാണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം എന്നിട്ട് ഈ ഇപ്പം മിനി അലിഷയുമാണല്ലോ, 2 പേരാണല്ലോ ഇവിടെ മോഡലായിട്ട് എടുത്തിരിക്കണത്. ഈ മിനി പറയണ ഒരു കാര്യമുണ്ട്. അതായത് ഞങ്ങളുടെ അനുഭവങ്ങൾ കർത്താവിനെ അറിയാത്തവരോട് പറയും, ഞങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് പറയും. എന്നിട്ട് കർത്താവിനെക്കുറിച്ച് അവരോട് സംസാരിക്കും. തിരിച്ചു പോരുമ്പോൾ എന്തെന്നില്ലാത്ത ആന്തരിക ആഹ്ലാദമാണ് മനസ്സിൽ. അതാണ് കണ്ടൻ്റ് എന്ന് പറയുന്നത്. അത് അലീഷയ്ക്കും വരുന്നുണ്ട്. ഈ ഓൾഡ് ഏജ് ഹോമിൽ പോയി അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ചിരിക്കുന്നുണ്ട്, അവർ സംസാരിക്കുന്നുണ്ട്. അവരുടെ ഏറ്റവും വലിയ ദാരിദ്ര്യം സംസാരിക്കാനും കേൾക്കാനും പറയാനും ആരും ഇല്ലാത്തതാണെന്ന് മനസ്സിലാക്കുമ്പോൾ അലീഷ പറയും, കാശെന്തിനാ കാരുണ്യപ്രവർത്തിക്ക്. ആൾ പറയുന്നുണ്ട്, കാശെന്തിനാ കാരുണ്യപ്രവർത്തിക്ക്, മര്യാദക്ക് സ്നേഹത്തോടെ സംസാരിക്കാൻ അറിഞ്ഞാൽ മതി. അപ്പോൾ കാരുണ്യപ്രവൃത്തിയാണ് നിൻ്റെ പ്രശ്നം. നിൻ്റെ ഉടമ്പടിയുടെ ഉടക്കെന്ന് മനസ്സിലാക്കിയപ്പോൾ പിറ്റേ ദിവസം മുതൽ മൂവ്മെൻ്റായി ഉടമ്പടി. നിങ്ങളുടെ ഉടമ്പടി ഉടക്കി കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി നിങ്ങൾ മാത്രമാണ്. നിങ്ങൾ മാത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കാരുണ്യപ്രവർത്തനം ചെയ്യുന്നുണ്ടാകും, ചെയ്യുന്നില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ടാകും, ചെയ്യുന്നില്ലെന്ന് ഞാൻ പറയത്തില്ല. ചെയ്യേണ്ടതുപോലെ ചെയ്യണില്ലെന്നാണ് പ്രശ്നം. ചെയ്യേണ്ടതുപോലെ എന്താണ്? എന്ത് ചെയ്താലും കർത്താവിൻ്റെ സ്നേഹത്തോടെ ചെയ്യണം. എന്ത് ചെയ്താലും ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. എന്ത് ചെയ്താലും 1 കൊരിന്തോസ് 16:14 1 കൊരിന്തോസ് 16:14 നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവിൻ. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവിൻ. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല പ്രശ്നം. പത്രം കൊടുത്തോ, രോഗികളെ പോയി കണ്ടോ, പൊതിച്ചോറ് കൊടുത്തോ, വെളുപ്പിനെഴുന്നേറ്റ് പാകം ചെയ്തോ, അതല്ല പ്രശ്നം. പ്രശ്നം എന്താണ്? അതിൻ്റെ അകത്ത് ഇന്ധനത്തിനാണ് പ്രശ്നം. അത് നിങ്ങൾ സ്നേഹത്തോടെയാണ് ചെയ്യേണ്ടത്. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്നേഹമാണ്. ബൈബിളിൽ നമുക്ക് സ്നേഹമുണ്ടാകാം, നമുക്ക് വിശ്വാസമുണ്ടാകാം. പക്ഷേ മനുഷ്യ സ്നേഹമുണ്ട്, മനുഷ്യവിശ്വാസമുണ്ട്. അതിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. ദൈവസ്നേഹമുണ്ട്, ദൈവവിശ്വാസമുണ്ട്. അതെന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റോമ 4:20 എടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. അപ്പോൾ ദൈവവിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യവിശ്വാസം കേവലമാണ്. മനുഷ്യവിശ്വാസത്തിൽ ചെയ്യാം. എന്തുമാത്രം മനുഷ്യന്മാരാണ് ദൈവത്തെ അറിയാത്തവരൊക്കെ ദൈവത്തെ വിശ്വസിക്കാത്തവർ പോലും കുറേ ഉപപ്രവർത്തനങ്ങളൊക്കെ ചെയ്യണില്ലേ? അത് മനുഷ്യവിശ്വാസമാണ്. ദൈവവിശ്വാസം എന്ന് പറയണത് റോമ 4:20 എന്താണ്? ആ വിശ്വാസം കൊണ്ട് ദൈവത്തെ മഹത്വമായിരിക്കണം. അല്ല നമുക്ക് വോട്ട് വാങ്ങിക്കുക എന്നുള്ളതല്ല, അധികാരത്തിൽ കയറുക എന്നുള്ളതല്ല. അതിൻ്റെ വിഷയം ദൈവത്തിൻ്റെ മഹത്വമായിരിക്കണം. അപ്പം നീ ഉടമ്പടിയിൽ ഒരു ഉപപ്രവർത്തനം ചെയ്യുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? ദൈവത്തിൻ്റെ മഹത്വമായിരിക്കണം. അപ്പം മിനി അത് പറയുന്നുണ്ട്, ഞങ്ങളത് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമാണ്. പക്ഷെ ഞങ്ങളത് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കാര്യം നടക്കണമേ എന്നല്ല ഞങ്ങൾ ചിന്തിക്കണത്, മറിച്ച് ദൈവം മഹത്വപ്പെടണം, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഞങ്ങൾ ശക്തി പ്രാപിക്കണം. അപ്പോൾ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് 4:20 എന്താ പറയണത്? എന്നിട്ട് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിലെ ശക്തി പ്രാപിക്കുവിൻ. അപ്പൊ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാൻ ശക്തിയുള്ള വിശ്വാസം, പവർഫുൾ ഫെയ്ത്ത്. എവിടെയെങ്കിലും ഉടമ്പടി ഉടക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ ഉപയോഗിക്കേണ്ട പവറ് ദൈവത്തിൻ്റെ മഹത്വപ്പെടുത്തുന്ന ശക്തിയുള്ള വിശ്വാസമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ശക്തിയുള്ള വിശ്വാസം ഉപയോഗിക്കുന്നത് എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഇതാണ് വെച്ചാൽ ദൈവസ്നേഹത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ്
ഈ ഉപപ്രവർത്തനങ്ങളും കാരുണ്യ പ്രവൃത്തികളും നമ്മൾ ചെയ്യേണ്ടത്. എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. നിങ്ങൾ 100 രോഗികളെ കണ്ടാന്ന് പറഞ്ഞൊരു കാര്യമില്ല. ചിലപ്പോൾ ഒരു രോഗിനെ കണ്ടിരിക്കണത് അത് ദൈവസ്നേഹത്തോടെയാണെങ്കിൽ അവിടെയാണ് ബലം പ്രാപിക്കണത്. അതായത് നിങ്ങൾക്ക് ബലം പ്രാപിക്കണമെങ്കിൽ അപ്പോൾ റോമൻ 4:20 അനുസരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തില് ശക്തി പ്രാപിക്കുകയും. അപ്പം വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് ദൈവത്തെ മഹത്വപ്പെടുത്തലാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നമ്മളെ ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്ന ദൈവസ്നേഹത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ നാമത്തിലാകണത്. അതാണ് വിഷയം. നമ്മൾ ദൈവത്തിൻ്റെ നാമത്തിലാകും. ഇപ്പം നിങ്ങളുടെ PR വരാൻ വേണ്ടി PR നാമത്തിലാണ് നിങ്ങൾ ചെയ്യണത്, നിങ്ങളുടെ നാമത്തിലാണ് സംഭവം ചെയ്യണത്. പിടിയിട്ടില്ലേ? ഉടമ്പടി ചില ആൾക്കാർ ഇരന്ന് പണി മേടിക്കണത് അങ്ങനെയാണ്. ഇവർ ഭയങ്കരമായിട്ട് പണിയൊക്കെ ചെയ്യും. ഓർഫനേജിൽ പോവുകയോ അല്ലെങ്കിൽ രോഗികളെ പോയി കാണുക, ആശുപത്രിയിൽ പോവുകയോ പൈസ കൊടുക്കുകയോ ചെയ്യും. എന്തിനാണ്? കർത്താവ് ഇങ്ങനെയെങ്കിലും PR കിട്ടണേ എന്ന് പറയുമ്പോൾ ആർക്ക് PR കിട്ടണ കാര്യമാണ് പറയണത്? അവർക്കാണ്. അവരുടെ നാമത്തിലാണ് ചെയ്യണത്. അവരുടെ നാമത്തിൽ ചെയ്യുമ്പോൾ ബലം പ്രാപിക്കത്തില്ല. അവിടെ വയറ്റിപ്പഴപ്പിന് വേണ്ടിയാണ് ചെയ്യണമെന്ന് മനസ്സിലായില്ലേ? ദൈവം അതിൻ്റെ അകത്ത് കക്ഷിയല്ല. ഉടമ്പടിയിൽ ദൈവമാണ് കക്ഷി. അപ്പം അതെന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ നാമത്തിൽ ചെയ്യണം. ആരെങ്കിലും എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ കൊടുത്താൽ, മത്തായി 10:42, ഈ ചെറിയവരിൽ ഒരുവന് പറഞ്ഞ് ഈ ചെറിയവരിൽ ഒരുവന് ഒരു ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ആളുടെ ശിഷ്യനാണ്? കർത്താവിൻ്റെ ശിഷ്യനാണ് അല്ലേ? അപ്പോൾ ഒരു വ്യക്തിയെ കർത്താവിൻ്റെ ശിഷ്യനായി കണ്ടുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിലാണ് അവരെ സഹായിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ആരുടെ നാമത്തിലാണ്? നിങ്ങളുടെ PR പെൻഷൻ്റെ നാമത്തിൽ, നിങ്ങളുടെ നാമത്തിലല്ല. ആരുടെ നാമത്തിലാണ്? കർത്താവിൻ്റെ നാമത്തിലാണ്. ഒരു പത്രം കൊടുക്കുമ്പോഴും ഒരു പൊതിച്ചോറ് കൊടുക്കുമ്പോഴും കർത്താവെ നിൻ്റെ നാമത്തിൽ. സ്വാതികൃഷ്ണ അവസാനം പറയുന്നൊരു വാക്കുണ്ട്. പറയണത്, കർത്താവെ ഞാൻ രക്ഷപ്പെടുകയോ രക്ഷപ്പെടാതിരിക്കുകയോ, ഞാൻ വിദേശത്ത് പോവുകയോ ജോലി കിട്ടുകയോ, അതൊന്നുമല്ല എൻ്റെ പ്രശ്നം. എൻ്റെ പ്രശ്നം നീയാണ്. എവിടെ ഞാൻ പോയാലും പോയില്ലെങ്കിലും, പരീക്ഷ തോറ്റാലും ജയിച്ചാലും എന്തു ചെയ്യണം? നിന്നുമായിട്ടുള്ള ബന്ധം പോകരുതെന്ന്. അതാണ് സംഭവം. അത് സ്വാതികൃഷ്ണ ഭയങ്കര ലീഡ് ചെയ്യുന്നുണ്ട് ആ സാക്ഷ്യത്തിൽ. നിങ്ങൾക്കറിയാമല്ല, ഒരേ ഒരു കാത്തലിക്കും അല്ല ക്രിസ്ത്യനും അല്ല, പക്ഷെ വായിന്ന് വരുന്ന വർത്തമാനങ്ങളെന്ന് വല്ലാത്ത വർത്തന. അവസാനം അവൾ പറയണത് എന്താണെന്ന് വെച്ചാൽ, കർത്താവെ ഞാൻ പരീക്ഷയ്ക്ക് തോറ്റാലും ജയിച്ചാലും എനിക്കത് പ്രശ്നമല്ല. എൻ്റെ പ്രശ്നം എന്താണ്? നീയുമായിട്ടുള്ള ബന്ധം പോകാതിരിക്കണം. അപ്പോൾ ആരുടെ നാമത്തിലായി അവൾ ചെയ്യുന്നതെല്ലാം? കർത്താവിൻ്റെ നാമത്തിൽ. അതെന്തുകൊണ്ടാണ് അവൾ അങ്ങനെ പറയണത്? ദൈവസ്നേഹത്തോടെയാണ് പറയണത്. ഏത് ജാതിയായാലും എന്നും പറഞ്ഞൊരു കഥയുമില്ല. നിങ്ങൾ ദൈവസ്നേഹമുണ്ടോ, ഉടമ്പടി എപ്പോൾ ക്രാക്കാകും തിരക്കിയാൽ മതി. ചെയ്യുന്ന കാര്യങ്ങൾ ദൈവസ്നേഹത്തോട് ചെയ്യണം. അതിനകത്ത് ജാതിയുമില്ല, മതവുമില്ല, എല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. എപ്പോഴാണ് നീ ദൈവത്തിനോട് സ്നേഹം തോന്നുകയും ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ ജീവിക്കുകയും ചെയ്യണത്, അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ മാത്രമല്ല, മക്കളിന് പകരം എന്താണ് ഈശോ പറഞ്ഞത്? നീ അവിടുത്തെ ശിഷ്യയാകുന്നു, നീ അവൻ്റെ ശിഷ്യനാകുന്നു. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.